മക്കൾസ് വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുല മകളെ. മൂസി സർ ഇസ് ഹിയർ. മൂസിൻ സർ ആണ്. സോ മകളെ, എന്റെ പേര് മൂസിൻ സർ എന്നാണ്. മാത്സ് ആണ് സബ്ജക്ട്. സോ മകളെ, എന്റെ പേര് ആദ്യമായിട്ട് കേൾക്കുന്നവർ, എന്നെ കാണുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക. സോ മകളെ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മാത്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ടോപ്പിക് പഠിപ്പിക്കാനാണ്. മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഫൈനൽ എക്സാമിന് വരെ നല്ല മാർക്കിന് ഈ ചാപ്റ്റർ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾ വിചാരിക്കും ഫസ്റ്റ് ചാപ്റ്റർ ആണല്ലോ, അപ്പൊ ഫൈനൽ എക്സാമിന് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ വരുള്ളൂ. അല്ല, ഫൈനൽ എക്സാമിന് ഈ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും മോഡൽ എക്സാമിനും ഒക്കെ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നത്, അതുപോലെ തന്നെ നല്ല മാർക്കിന് ഈ ചാപ്റ്റർ വരും. വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. റെഡി? സോ മകളെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അരിത്മെറ്റിക് സീക്വൻസ് എന്നാണ്. ഈ അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാം. രണ്ട് രീതിയിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ട് നമുക്ക് സെറ്റ് ആക്കാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സെറ്റ് ആക്കുക. റെഡി? യെസ്. സോ മകളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു സമാന്തര ശ്രേണി എന്താ നമുക്കറിയാം. എന്താണ് കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഒരു സമാന്തര ശ്രേണിയിലെ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ എത്രാമത്തെ പദമാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. യെസ്, അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ശ്രദ്ധിച്ചോ, ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 6, 10, 14 എക്സെട്ര. 6, 10, 14 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ 10ാം പദം കാണുക. 10ാം പദം കണ്ടുപിടിക്കുക. 10th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മളെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ 6, 10, 14 എക്സെട്ര. ഇതാണ് നമ്മളെ സീക്വൻസ്. ഇതാണ് നമ്മളെ അരിത്മെറ്റിക് സീക്വൻസ്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 10ാമത്തെ ആള് കാണണം, അല്ലെങ്കിൽ 100ാമത്തെ ആളെ കാണാൻ പറഞ്ഞാലോ 20ാമത്തെ ആളെ കാണാൻ പറഞ്ഞാലോ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം കേട്ടോ? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 10th ടേം ആണ്. x10 ആണ്. ഓക്കെ, 10ാമത്തെ പദം 10th ടേമിന് x10 എന്ന് ചെയ്ത് അവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈസ് ഈക്വൽ ടു, നമ്മളെ കയ്യിൽ ആരുണ്ട്? ഒന്നാമത്തെ ടേം ഉണ്ടല്ലോ, ഓൻ അവിടെ എഴുതുക. ഒന്നാമത്തെ ആള് 6 ആണ്. 6 ആണ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം ആരാണോ ഓൻ അവിടെ എഴുതുക. ഫസ്റ്റ് ടേമിന് അവിടെ എഴുതുക. റെഡി? അതായത് ഫസ്റ്റ് സ്റ്റെപ്പാ. ഓക്കെ, ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോവാണ് അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് അവിടെ എഴുതുക. ഈ 6 എന്നുള്ള ഫസ്റ്റ് ടേമിലേക്ക് എത്ര സ്റ്റെപ്പ് കയറിയാലാ 10ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുക? എത്ര ഡി കൂട്ടിയാലാ, എത്ര പൊതുവ്യത്യാസം കൂട്ടിയാലാ എന്ത് ചെയ്യുക? യെസ്, 10ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുക. 10ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 9 സ്റ്റെപ്പ് കൂടി കയറണ്ടേ? യെസ്, എന്ന് പറഞ്ഞാൽ 10th ടേം കാണാൻ ഫസ്റ്റ് ടേമിലേക്ക് 9 ഡി കൂട്ടണം. ഇവിടെ 10 ആണെങ്കിൽ 9 ഡി കൂട്ടണം. ഇത്ര മനസ്സിലാക്കിയാൽ മതി. 9 ഡി, 9 ഡി അതിലേക്ക് കൂട്ടണം. 9 ഡി ആഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 പ്ലസ് 9 ഡി കൂട്ടുക എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു ഡി. എന്താ ഡി? പൊതുവ്യത്യാസമാണ്, കോമൺ ഡിഫറൻസ് ആണ്. സോ 9 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ നോക്ക്, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാ, ഈ 6ൽ നിന്ന് എത്ര കൂട്ടി? 4 കൂടി. ഇവിടെ 4 കൂടി. അപ്പൊ 4 അല്ലേ കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം 4 കൂടി പോണത്, അതാണ് പൊതുവ്യത്യാസം. അപ്പൊ ഈ ഡിക്ക് പകരം കൊടുക്കേണ്ടത് എന്താ? ഈ ഡിക്ക് പകരം കൊടുക്കേണ്ടത് എന്താണ്? ഈ 4 ആണ്, 4 ആണ്. ഡി ഈസ് ഈക്വൽ ടു, ഡി എന്ന് പറഞ്ഞാൽ അവിടെ 4 ആയതുകൊണ്ട് ഈ ഡിക്ക് പകരം 4 എന്ന് കൊടുത്തു. സെറ്റ് ആണല്ലോ. അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോഴും മാത്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല കുട്ടികളും എക്സാം പേപ്പറിൽ തെറ്റിക്കാറുണ്ട്. എന്താ അറിയോ? ഇവിടെ വരെ ഒക്കെ ചെയ്യും, എന്നിട്ട് നിങ്ങൾ എഴുതും എന്ത്? ഈ 6, 9 അറിയാതെ അങ്ങോട്ട് കൂട്ടും. തെറ്റാണ്. പാടുണ്ടോ? ഇല്ല. ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, ബോർഡ് മാസ്. അതായത് ഇവിടെ ഈ 9 ഇൻറ്റു 4, 9 ഇൻറ്റു 4 ആണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് അതിലേക്കാണ് 6 ആഡ് ചെയ്യേണ്ടത്, കൂട്ടേണ്ടത്. അല്ലാതെ മറന്നിട്ട് അറിയാതെ എക്സാമിന് ടെൻഷൻ നിങ്ങൾ എന്ത് ചെയ്യും? ഇതുവരെ എഴുതും, 6 + 9 ചെയ്യും, എന്നിട്ട് ഇൻറ്റു 4 ചെയ്യും. നല്ല വൃത്തിയിൽ ആൻസർ കിട്ടും, പക്ഷെ തെറ്റാവും. അപ്പൊ ശ്രദ്ധിക്കണം എന്റെ മക്കളെ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഏതാ? 9 ഇൻറ്റു 4, 9 ഇൻറ്റു 4 ചെയ്യാം. അതാ 6 പ്ലസ് 6 പ്ലസ് 9 ഇൻറ്റു 4, 9 ഇൻറ്റു 4 എത്രടാ? 36, 36. സെറ്റ് ആണോടാ? സോ 6 പ്ലസ് 36, 6 പ്ലസ് 36 ദാറ്റ് ഈസ് ഈക്വൽ ടു 42. 42 ആണ്. 42, 42. റെഡി ആണല്ലോ? പക്ക പെർഫെക്റ്റ് ആണല്ലോ മക്കളെ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എത്രാമത്തെ പദം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. റെഡി? സോ പഠിച്ചോ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചെയ്തുതരാം. അതിന്റെ കൂടെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വന്നോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് കണ്ട് സെറ്റ് ആയിക്കോ. നെക്സ്റ്റ് നോക്കിക്കോ. വാട്ട് ഈസ് ദ 20th ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 2, 7, 12 എക്സെട്ര. 2, 7, 12 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ 20ാം പദം കാണുക. 20th ടേം കാണുക. അതാ 20th ടേം എന്നാണ് കേട്ടോ. 20th ടേം, 20ാമത്തെ പദം.
എന്ന് പറഞ്ഞാൽ ആരെയെ കാണേണ്ടത്? x20 ആണ് കാണേണ്ടത്. x20 20ാമത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആരാ 20ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തണം. ആദ്യത്തെ സ്റ്റെപ്പ് ആരാ? ആദ്യത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് ടേം ആരാ? അവിടെ 2 ആണ്. ആ 2 നമ്മൾ ഇവിടെ എഴുതി. ആ 2ലേക്ക് ആഡ് ചെയ്യണം. എന്താ ആഡ് ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസുകൾ. ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കാരണം പൊതുവ്യത്യാസം ഇങ്ങനെ കൂട്ടി പോകണം. എത്ര കോമൺ ഡിഫറൻസ് കയറണം, എത്ര സ്റ്റെപ്പ് കയറണം, എത്ര ഡി കയറണം? ഇവിടെ നോക്ക്, 20ാമത്തെ ടേം കാണാൻ 19. ആദ്യത്തെ സ്റ്റെപ്പ് എത്ര കയറണം? 19 സ്റ്റെപ്പ് കയറണ്ടേ? 20 ആണെങ്കിൽ 19 ഡി. സോ 19 ഡി, 19 ഡി കയറണം. 19 ഡി കൂട്ടണം. റെഡി ആണല്ലോ? അപ്പൊ നോക്ക്, ഇവിടെ 10ാമത്തെ ടേം കാണാൻ ഫസ്റ്റ് ടേമിലേക്ക് 9 ഡി കൂട്ടി. ഇവിടെ 20ാമത്തെ ടേം കാണാൻ ഫസ്റ്റ് ടേമിലേക്ക് 19 ഡി കൂട്ടി. അപ്പൊ ഇനി 30ാമത്തെ ടേം ആണ് കാണാൻ പറഞ്ഞതെങ്കിലോ, 30ാമതാണ് കാണാൻ പറഞ്ഞതെങ്കിലോ 29 ഡി കൂട്ടണം. അത്രയല്ലേ ഉള്ളൂ. 15ാമതാണ് കാണാൻ പറഞ്ഞതെങ്കിലോ, 15ാമത്തെ ടേം ആണെങ്കിലോ 14 ഡി കൂട്ടണം. ഒന്ന് കുറച്ച് കൂട്ടണം. അടി. അപ്പൊ നോക്കിക്കോ, ശ്രദ്ധിച്ചോ. അപ്പൊ 2 പ്ലസ് ഫസ്റ്റ് ടേം 2 ആണ്. ഇതാ ഇവിടെ 2 ആണ് ഫസ്റ്റ് ടേം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ എന്ത് ചെയ്തത്? ഫസ്റ്റ് സ്റ്റെപ്പിനെ 2 എന്ന് എഴുതിയത്. പ്ലസ് 19 ഡി. വാട്ട് ഇസ് ഡി? ഡി എന്താടാ? 19. 19 ഇൻറ്റു എന്താണ് ഡി? ഡി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 2ലേക്ക് ഇങ്ങനെ കൂടി പോണത്. ഇവിടെ എന്താ കൂടി പോണത്? 2ലേക്ക് എത്ര കൂടി? 2ലേക്ക് 5 അല്ലേ കൂടിയത്? 2ലേക്ക് 5 കൂടിയപ്പോഴല്ലേ 7 ആയത് അല്ലേ? അവിടെ 2ലേക്ക് പ്ലസ് 5 കൂടി. വീണ്ടും 7ലേക്ക് പ്ലസ് 5 കൂടി. 5 കൂടി, 5 കൂടി പോവാ. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ഈസ് ഈക്വൽ ടു 5 ആണ്. അവിടെ എന്താണ് കൂടുന്നത്? 5 ആണ് കൂടുന്നത്. അതുകൊണ്ട് എന്താണ്? ഡി 5 ആണ്. സോ മക്കളെ ശ്രദ്ധിച്ചോ, 19 ഇൻറ്റു 19 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2 പ്ലസ് നമ്മൾ ചെയ്യേണ്ടത് എന്താ? മറന്നിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു, ഈ 2ഉം 19ഉം കൂട്ടാൻ പാടില്ല. എന്ത് ചെയ്യണം? 19 ഇൻറ്റു 5 തന്നെ ചെയ്യണം. ഓക്കെ, 19 ഇൻറ്റു 5 ചെയ്യണം. അപ്പൊ എന്തായി? 19 ഇൻറ്റു 5 ചെയ്ത് നോക്കുക. 19 ഇൻറ്റു 5 9 5 45 4. അപ്പൊ എന്തായി? 95 ആയി അല്ലേ? യെസ്, ഒരു 5 5 4 9 95. സോ 95. അപ്പൊ 2 പ്ലസ് 95 ആയി ആൻസർ. 2 പ്ലസ് 95 ദാറ്റ് ഈസ് ഈക്വൽ ടു 97. 97. അപ്പൊ x20 20ാമത്തെ പദം എന്താണ്? 97 ആണ്, 97 ആണ്. സെറ്റ് ആണോടാ? റെഡി ആണല്ലോ? യെസ്. സോ മക്കളെ, ഇതാണ് ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിൽ നിന്ന് ഈ ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. ഇനി കുറഞ്ഞു പോണ സീക്വൻസിൽ ചോദ്യം വരുമ്പോൾ ചെറിയ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ കോമൺ ഡിഫറൻസ് എന്താ ശ്രദ്ധിക്കണം? നെഗറ്റീവ് നമ്പർ ആയിരിക്കും. നല്ലോണം ശ്രദ്ധിച്ചോട്ടോ. ക്ലിയർ ആയി ശ്രദ്ധിച്ചോ. ഫസ്റ്റ് നോക്കിക്കോ, വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 24 22 20 എക്സെട്ര? എന്താ അതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം നോക്ക്, ഇത് സമാന്തര ശ്രേണി 24 22 20 എക്സെട്ര. ഇവിടെ നോക്കി, ഇവിടെ ഡി എന്താടാ? ഇവിടെ ഡി എന്താണ്? ശ്രദ്ധിച്ചോ. ഇവിടെ നല്ലോണം ശ്രദ്ധിച്ചോ. ഇവിടെ ഡി എന്താണ്? ഡി 2 കുറഞ്ഞു പോവല്ലേ? നോക്ക്, 24ന്ന് 2 കുറഞ്ഞു, 2 മൈനസ് ആയി. ഇവിടെ 22ന്ന് വീണ്ടും 2 മൈനസ് ആയി. അപ്പൊ 2 മൈനസ് ആയി പോവാണ്. അപ്പൊ അവിടെ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡി ഈസ് ഈക്വൽ ടു -2 ആണ്. ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ആണ് ഡി. എന്താ കണ്ടുപിടിക്കേണ്ടത്? 10th ടേം കണ്ടുപിടിക്കണം. 10ാം പദം കാണണം. അപ്പൊ നോക്ക്, x10 is equal to ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് ടേം ആരാ? 24 24. ഫസ്റ്റ് ടേം 24 ആണ്, 24 ആണ്. അപ്പൊ ആ ഫസ്റ്റ് ആൾ എവിടെ എഴുതി? 24 പ്ലസ് എത്ര സ്റ്റെപ്പ് കയറണം? എത്ര ഡി കൂട്ടണം? ഇതാ, എത്ര ഡി കൂട്ടണം? 10ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ 9 ഡി കൂട്ടണം. വേണ്ടേ? യെസ്, 1ാമത്തെ സ്റ്റെപ്പിന്ന് 9 ഡി കൂട്ടണം, 9 ഡി കൂട്ടണം. ദാറ്റ്സ് ഈക്വൽ ടു, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, 24 പ്ലസ് 9 ഡി, 24 പ്ലസ് 9 ഡി. സോ 24 പ്ലസ് 9 ഡി, 9 ഡി എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു എന്താടാ ഇവിടെ ഡി? ഡി എന്ന് പറഞ്ഞാൽ -2 ആണ്. ഡി എന്ന് പറഞ്ഞാൽ -2. 9 ഇൻറ്റു -2. റെഡി ആണല്ലോ? 9 ഇൻറ്റു -2. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. 9 ഇൻറ്റു -2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 24 പ്ലസ് 9 ഇൻറ്റു -2. വാട്ട് ഈസ് 9 ഇൻറ്റു -2? 9 ഇൻറ്റു -2 എന്താടാ? 9 ഇൻറ്റു 2 18 അല്ലേ? 9 ഇൻറ്റു 2 18. അപ്പൊ 9 ഇൻറ്റു -2 എന്താ? -18. ശ്രദ്ധിക്കണേ, എന്തുകൊണ്ട് അവിടെ മൈനസ് ആയത്? എന്തുകൊണ്ട് അവിടെ ഡി മൈനസ് ആയത്? ഇത് കുറഞ്ഞു പോവാണ്.
ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി, ഇതൊക്കെ എന്താണ് 5 കൂടി കൂടി പോവാ, 2 7 ആയി, 12 ആയി, കൂടി കൂടി പോവാ. ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 6 10 ആയി, 14, 4 കൂടി കൂടി പോവാ. അപ്പം ഡി എന്താണ്, ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. പക്ഷെ ഇവിടെ എന്താ, ഇവിടെ കുറഞ്ഞു പോണ ശ്രേണിയാണ്. കുറഞ്ഞു പോവാണെങ്കിൽ ഡി എന്താണ്, മൈനസ് കുറവ്, മൈനസ് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ. എത്ര കുറഞ്ഞത് നോക്കിയിട്ട് അതിന് മൈനസ് ഇട്ടു, -2 ആണ്. റെഡി. അപ്പൊ ദാ ഇവിടെ ഈ ഡിക്ക് പകരം -2 കൊടുത്തു. അപ്പം 9 × -2, 9 × 2 18 ആണ്. സോ 9 × -2 -18 ആണ്. -18 ആണ്. സെറ്റ് ആണല്ലോ, റെഡി ആണല്ലോ. അപ്പൊ 24 പ്ലസ് -18, 24 പ്ലസ് -18. മൈനസും പ്ലസും അടുത്ത് വരുമോ? മൈനസും പ്ലസും അടുത്ത് വന്നാൽ അപ്പോഴും കുട്ടികൾ കൺഫ്യൂഷനാ. അയ്യോ മൈനസും പ്ലസും ഒക്കെ അടുത്ത് വന്നു സാറേ, എന്താ ചെയ്യാം? ഒരു പേടി മേടിക്കണ്ട, A+ ആണ് എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും. മൈനസും പ്ലസും അടുത്ത് വന്നാൽ ആലോചിച്ചോ, അവിടെ മൈനസ് മാത്രമേ ഉള്ളൂ, ആ പ്ലസിനോട് കളഞ്ഞോ. പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ അവിടെ മൈനസ് മാത്രമായി അങ്ങോട്ട് മാറും. ഇത്രയേ ഉള്ളൂ. പ്ലസും മൈനസും അടുത്ത് വന്നാൽ അവിടെ എന്തായി മാറും? യെസ്, മൈനസ് മാത്രമായി മാറും. മിനിറ്റ് ഒന്ന് ചെറുതാക്കട്ടെ. യെസ്, മൈനസും പ്ലസും അടുത്ത് വന്നാൽ അവിടെ മൈനസ് മാത്രമായി മാറും. അപ്പൊ നോക്കിക്കോ ഇവിടെ എന്താ പറയാ, that is equal to 24 minus 18 എന്ന് മാത്രമാവും. 24 minus 18 എന്നാവും. എന്താടാ 24 minus 18? 24 18 കുറച്ചാൽ എത്ര? 24 18 കുറച്ചാൽ എത്ര? 6. ഇത്രയേ ഉള്ളൂ. അപ്പൊ x 10, 10ാമത്തെ പദം ആരാണ്? 6 ആണ്. 10ാം പദം x10 is equal to 6 ആണ്, 6 ആണ്. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോടാ. യെസ്. സോ മക്കളെ, ഈ നെഗറ്റീവ് വരുന്ന ക്വസ്റ്റ്യനും പോസിറ്റീവ് വരുന്ന 2 ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചു സെറ്റാക്കി. ഇനി ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ വേഗം ഒന്ന് സെറ്റാക്കി തരാം. വേഗം നോക്കിക്കോ. യെസ്, വാട്ട് ഈസ് ദ 20th ടേം ഓഫ് ദ സീക്വൻസ് 18 17 16 എക്സെട്ര? 18 17 16 എക്സെട്ര. 18 17 16 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ 20ാം പദം കാണുക. അപ്പൊ ദാ 20ാമത്തെ പദം x20 ആണ് കാണുന്നത്. 20ാമത്തെ സ്റ്റെപ്പ് ആണ് കാണുന്നത്. ആദ്യത്തെ ടേം ആരാ? ഫസ്റ്റ് ടേം, ആദ്യ പദം ആരാ? അടുത്ത ഫസ്റ്റ് സ്റ്റെപ്പ് ആരാ? 18. അപ്പൊ 18ലേക്ക് കൂട്ടണം. എന്താ കൂട്ടേണ്ടത്? എത്ര ഡി കൂട്ടണം? എത്ര സ്റ്റെപ്പ് കയറണം? 20ാമത്തെ ടേമിലേക്ക് എത്താൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് 19 ഡി കൂട്ടണം. വേണ്ടേ? 20ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ 19 ഡി കൂട്ടണം. സെറ്റ് ആണോടാ? യെസ്. അവ എന്താ ഡി നോക്കട്ടോ. അപ്പൊ 18 18 പ്ലസ് 19 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം എന്താ നോക്ക്. ഇവിടെ കുറഞ്ഞു പോലെ 18 17ആയി, 18 17ആയി, 17 16ആയി. അപ്പൊ ഇവിടെ എന്താ കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം? ശ്രദ്ധിച്ചോ. പൊതു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1 കുറഞ്ഞു, -1, വീണ്ടും 1 കുറഞ്ഞു, -1, 1 കുറഞ്ഞു പോവുകയാണ്. സോ ഡി ഈസ് ഈക്വൽ ടു, ഡി എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ 19 × -1, 19 × -1. അപ്പൊ എന്തായടാ? നല്ല ശ്രദ്ധിച്ചോ. അപ്പൊ എന്തായി? 19 × -1. സോ ദാറ്റ്സ് ഈക്വൽ ടു 18 പ്ലസ് 19 × -1. എന്താ 19 × -1? -19 × 1 19 തന്നെയാണ്. 19 90 × 1 90 തന്നെയാണ്. 19 -1 എന്താ? -19. അപ്പൊ എന്താ വരിക? -19 -19. സോ 18 പ്ലസ് -19. സോ 18 പ്ലസ് -19 ആണെങ്കിൽ നോക്ക്, ഇവിടെ ഈ പ്ലസ് മൈനസും അടുത്ത് വന്നു. എന്താ ഞാൻ പറഞ്ഞത്? പ്ലസ് മൈനസ് ഒന്നും അടുത്ത് വന്നാൽ അവിടെ എന്തേ ഉള്ളൂ? മൈനസ് മാത്രം എഴുതിയാൽ മതി. അപ്പൊ 18 - 19 എഴുതാം. 18 - 19 എന്താ? 18 - 19 18 - 19. 18ൽ നിന്ന് 19 കുറക്കാൻ കഴിയോ? ചെറുതിന്ന് വലുത് കുറച്ചാൽ എന്താ ആൻസർ വരിക? 18ന്ന് 19 കുറച്ചാൽ വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക. സോ 18ന്ന് 19 കുറച്ചാൽ -1 ആണ് ആൻസർ, -1. സോ x20 20ാമത്തെ പദം എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ മക്കളെ, ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചോ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ചെറിയ നെഗറ്റീവ് മിസ്റ്റേക്ക് കൊണ്ടാണ് കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തത്? A+ കളഞ്ഞത്. മാത്സിലാണ് ഒരുപാട് കുട്ടികൾക്ക് A+ പോയത്. അത് ഈ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ടാണ്. സോ എല്ലാം ഞാൻ ക്ലിയർ ആക്കി സെറ്റ് ആക്കി തരാം. എന്റെ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക? യെസ്, മക്കൾക്ക് അയച്ചു കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ 7 10 13 എക്സെട്ര 7 10 13 എക്സെട്ര എന്ന ഈ സമാന്തര ശ്രേണിയുടെ യെസ് ഇതെന്ത് ചെയ്യുക? 10th ടേം 10ാം പദം നിങ്ങളൊന്ന് കാണാം. അത് നിങ്ങൾ എന്താണ് ആൻസർ എന്നുള്ളത് എന്റെ എല്ലാ മക്കളും കമന്റ് ചെയ്യുക, സെറ്റ് ആക്കുക. സോ മാക്സിമം ഫ്രണ്ട്സിനെ അറിയിക്കുക. ഓൾ ദി ബെസ്റ്റ് മക്കളെ. നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ബൈ, സീ യു അഗൈൻ, ബൈ ബൈ.